രാജ്യത്ത് ഇത്തവണ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊല്ലം പുനലൂരിലാണ്. ചൂട് കൂടിയതോടെ നഗരത്തിൽ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. പുനലൂരിൽ ജനജീവിതത്തെ തന്നെ ബാധിച്ചിരിക്കുകയാണ് ചുട്ടുപൊള്ളുന്ന ഈ കാലാവസ്ഥ. രാജ്യത്തെ സമതല പ്രദേശങ്ങളിൽ ഏറ്റവും കൂടിയ ചൂട് കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയത് പുനലൂരിലാണ്. ജനുവരി 22-ന് 36.8 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി. പുനലൂരിൽ ചൂടിന് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ല. പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞു. അന്നന്നത്തെ അന്നത്തിന് വഴി തേടുന്ന തൊഴിലാളികൾക്ക് കൊടും ചൂടിലും പുറത്തിറങ്ങാതിരിക്കാനാകില്ലല്ലോ. ചൂടോ വളരെ ഭയങ്കരമായ ചൂട്. ഞങ്ങൾക്ക് ഓട്ടവും ഇല്ല. ഞങ്ങൾക്ക് ഏറ്റവും നല്ലത് മഴ വരുന്നതാണ് നല്ലത്. അന്നേരം ജനങ്ങൾ ടൗണിൽ ഇറങ്ങും. ഇപ്പം ഒരു 11 മണി കഴിഞ്ഞാൽ ഞങ്ങൾ വൈകിട്ട് ഒരു 6 മണി വരെ 100 രൂപയ്ക്ക് പോലും ഓടത്തില്ല. ഭയങ്കര ചൂട്. ഏറ്റവും വലിയ ചൂട് പുനലൂരാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആട്ടോക്കാരെ മാത്രമാണ്. ഒരു 9 മണി തൊട്ട് തുടങ്ങും. 8-9 മണി തൊട്ട് ചൂട് തുടങ്ങും. വൈകിട്ട് 6 മണി വരെ ചൂട് തന്നെ. ഇതേ അവസ്ഥ തന്നെ. ഈ വെയിലത്ത് തന്നെ നിൽക്കുന്നത്. ഇപ്പോൾ വിയർത്ത് വിളിക്കുകയാണ്. വിയർത്ത് വിളിച്ച് തന്നെ നിൽക്കുകയാണ്. എന്നുവെച്ചാൽ അതേ ചൂടല്ലേ അടിക്കുന്നത്. ബസ് സ്റ്റാൻഡിൽ വരുന്നവർ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നല്ല ചൂടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ 40-42 ഒക്കെ ഉണ്ട് ചൂട് ഇവിടെ. അല്ല വേറെ കഷ്ടപ്പെട്ട് നമ്മൾ ഈ കിടന്ന് പെരുവേലത്ത് കിടന്ന് ജോലി ചെയ്യുന്നു. ബുദ്ധിമുട്ട് കൊണ്ട് വരുന്നു. ഭയങ്കര ചൂട്. அதனால கச்சவடம் 5-6 മണിക്ക് മേലെ ഇറങ്ങി വരുമ്പോൾ 10 രൂപയ്ക്ക് വാങ്ങും. കഴിഞ്ഞ വർഷം 40 ഡിഗ്രി സെൽഷ്യസിനടുത്തുവരെ പുനലൂരിൽ താപനിലയെത്തി. തമിഴ്നാട്ടിലെ വരണ്ട കാലാവസ്ഥയുടെ സ്വാധീനം, 3 വശവും മലകളാൽ ചുറ്റപ്പെട്ട പ്രദേശം തുടങ്ങിയവയെല്ലാം പുനലൂരിൽ ചൂട് കൂടുന്നതിനുള്ള കാരണങ്ങളായി പറയപ്പെടുന്നു. അതികഠിനമായ ചൂടിനെ അതിജീവിക്കുകയാണ് പുനലൂരുകാർ. ഫെബ്രുവരിയിലെ ചൂട് ഇങ്ങനെയാണെങ്കിൽ അടുത്ത മാസങ്ങളിൽ എന്താകും അവസ്ഥയെന്ന ആശങ്കയുമുണ്ട്. പുനലൂർ തൂക്കുപാലത്തിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കൊല്ലം.